ബാലുചേട്ടൻ, അനശ്വര അവരുടെയൊക്കെ പെർഫോമൻസ്, അനശ്വരയുടെ ഇത്രയും ഒരു വ്യത്യസ്ത പെർഫോമൻസ് ആണല്ലോ. എല്ലാവരുടെയും ആക്ച്വലി നമ്മളിതുവരെ കാണാത്ത കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ അർജുനശ്വരനാണെങ്കിലും ഇങ്ങനെ ഒരു വേഴ്സറ്റൈൽ ക്യാരക്ടറിൽ ഭയങ്കര രസമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതെ, ഓരോ ക്യാരക്ടേഴ്സും നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്വിസ്റ്റ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? ട്വിസ്റ്റ് അത് എനിക്ക് തോന്നുന്നു ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ബേസ് ചെയ്തിരിക്കും. എനിക്ക് പേഴ്സണലി പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല. ഭയങ്കര സന്തോഷം. സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആദ്യമായിട്ടുള്ള ഒരു പള്ളിക്കത്തിൻ്റെ ക്യാരക്ടറാണ്. സാധാരണ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടറാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്നെ തന്നെ വേറൊരു രീതിയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിനെ പറഞ്ഞു, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഒരു ക്രൂവിൻ്റെ കൂടെ ഇത് ഫസ്റ്റ് ഇങ്ങനെ പടം കാണാൻ പറ്റി ഭയങ്കര സന്തോഷം. അപ്പം പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഫാൻറ്റസി കോമഡി പടമാണ്. ഒരു 2 മണിക്കൂർ എല്ലാവർക്കും അവരുടെ വിഷമങ്ങളൊക്കെ മാറി സന്തോഷമായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും, സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് 2 മണിക്കൂർ വളർന്നു വരുന്നത് നമ്മുടെ ഒരു വലിയൊരു സൂപ്പർ കൊടുക്കുകകൾ നമ്മൾ പ്രയോജനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര സന്തോഷം. മലയാളത്തിലെ ക്ലീശകളെ പൊടിച്ചെടുക്കുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടിട്ട് നാളെയൊക്കെ ആയിട്ട് അഭിപ്രായം വരട്ടെ. ഇത് വേറെ അർജുൻ അശോകന്റെ കുറെ ചിരികൾ നമ്മൾ കണ്ടിട്ട് ഇതിൽ അതിനെക്കാട്ടി വ്യത്യസ്തമായ ചിരികളുണ്ട്. വ്യത്യസ്തമായിട്ട് ഒരു പരിപാടി പിടിക്കാതെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. അത് വർക്കായി, സന്തോഷം. പിന്നെ അനശ്വരയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ എടുത്തിട്ടാണ് ഫൈറ്റിന് വേണ്ടി? നിങ്ങൾ പറയുന്നു അനശ്വര അടിപൊളി ആക്ടറല്ലേ, പടം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ. അവർ 3 പേരും എന്റെ പെർഫോമൻസ് ഗംഭീരാവും. പരിപാടി അവരെ 3 റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ അവർ പെർഫോമൻസ്. അതെ 3 പേരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പടത്തിന്റെ പാർട്ടാവാൻ വെച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഷൂട്ടിംഗ് സമയത്തൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് അറിയാമോ? എന്താണ് ഷൂട്ടിംഗ് സമയത്തുള്ള എക്സ്പീരിയൻസ്? എല്ലാവരും സപ്പോർട്ടായിരുന്നു. ആദ്യത്തെ മൂവിയാണോ? ആദ്യത്തെ മൂവിയാണ് അല്ല, രണ്ടാമത്തെ. അർജുന അശോകനെ നേരിട്ട് കണ്ടോ? സപ്പോർട്ടായിരുന്നു.